ഞാൻ ഓർത്തു പോവുകയാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പൊക്കെ അർജന്റീന ഡിഫൻസ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു ഡിഫൻസ് ആയിരുന്നു. കാരണം പല നിർണായകമായ മത്സരങ്ങളിലും അർജന്റീന ഡിഫൻസ് മോശമായ കളിയായിരുന്നു പുറത്തെടുത്തിരുന്നത്. എന്നാൽ ലിയണൽ സ്കലോണി പരിശീലകനായി വന്നതിന് ശേഷം വലിയ തരത്തിലുള്ള മാറ്റം തന്നെയാണ് അർജന്റീന ഡിഫൻസിൽ ഇന്ന് സംഭവിച്ചിട്ടുള്ളത്. ഇന്ന് ലോക ഫുട്ബോളിൽ ഏതൊരു എതിരാളിയും മറികടക്കാൻ ഭയപ്പെടുന്ന ഒരു ഡിഫൻസായി മാറിയിരിക്കുകയാണ് അർജന്റീന ഡിഫൻസ് എന്നത്. ഓട്ടമെൻ്റെയും ക്രിസ്ത്യനോ റൊമേറോയും ലിസാൻഡ്രോ മാർട്ടിനസും കോട്ടകെട്ടി ഭദ്രമാക്കിയ അർജന്റീന ഡിഫൻസിനെ മറികടക്കണമെങ്കിൽ എതിരാളികളെ നിങ്ങൾ മറ്റൊരു ജന്മം കൂടെ ജനിക്കേണ്ടി വരും. സോ നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഈ വർഷത്തെ കോപ്പ അമേരിക്ക പന്തിടുമ്പോൾ എതിരാളികളെ വിറപ്പിക്കാൻ പോകുന്ന അർജന്റീനയുടെ ആ ബ്രഹ്മാണ്ഡ ഡിഫൻസിനെ കുറിച്ചാണ്. ആദ്യം തന്നെ അർജന്റീനയുടെ ഡിഫൻസിലെ ഉരുക്കു മനുഷ്യനിൽ നിന്ന് തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങാം. 2009 മുതൽ ഇന്ന് 2024 വരെയുള്ള ഈ നീണ്ട വർഷം അർജന്റീന ഡിഫൻസിൽ ഒരു പോരാളിയായി അയാൾ ഇന്നും അവിടെ നിലനിൽക്കുന്നുണ്ട്. ആദ്യകാലത്ത് അർജന്റീന ഡിഫൻസിലെ പോരായ്മകൾ കായിക ലോകം വിളിച്ചോതുമ്പോൾ അതിലേറ്റവും കൂടുതൽ വിമർശനം കേട്ട ഒരു താരം കൂടിയായിരുന്നു നിക്കോളാസ് ഓട്ടമെൻ്റി. എന്നാൽ അതിലൊന്നും തളരാതെ അയാൾ പിടിച്ചു നിന്നുകൊണ്ട് ഇന്ന് അർജന്റീന ഡിഫൻസിലെ അവരുടെ നായകനായി മാറിയിരിക്കുകയാണ്. തൻ്റെ പ്രൈം ടൈമിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ പുല്ലുമൈതാനങ്ങളെ വിറപ്പിച്ചവൻ, എതിരാളികളുടെ മുമ്പിലേക്ക് തെല്ലും ആത്മവിശ്വാസം ചോരാതെ എതിരാളികളെ കശാപ്പ് ചെയ്തവൻ. അയാളുടെ റേഞ്ച് മനസ്സിലാകാൻ കഴിഞ്ഞ വർഷത്തെ അർജന്റീന വേഴ്സസ് ബ്രസീൽ ഫൈനൽ മത്സരം ഒന്ന് കണ്ടാൽ മതി. ബ്രസീൽ താരങ്ങൾ തലകുത്തി മറിഞ്ഞിട്ടും അയാളെ മറികടക്കാൻ അവർക്കാർക്കും സാധിച്ചില്ല. തൻ്റെ 36-ാം വയസ്സിലും പ്രതിഭ കൈവിടാതെ അർജന്റീന ഡിഫൻസിൽ വൻമതിൽ തീർക്കുന്ന പോരാളി, ദ വൺ ആൻഡ് ഓൺലി നിക്കോളാസ് ഓട്ടമെൻ്റി. ഇനി പറയാൻ പോകുന്നത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ തൻ്റെ പ്രതിബദ്ധം വിളിച്ചോതുന്ന പ്രീമിയർ ലീഗിലെ മുന്നേറ്റ നിരക്കാരുടെ അന്തകനായി അവതരിക്കുന്ന കൂട്ടി റൊമേറോ എന്ന അർജന്റീന ഡിഫൻസിലെ യുവ പോരാളിയെക്കുറിച്ചാണ്. കഴിഞ്ഞ വർഷത്തെ കോപ്പ അമേരിക്കയിൽ ആദ്യമായി ഡിഫൻസിൽ ഒരു പയ്യനെ കണ്ടപ്പോൾ ഞങ്ങൾ ആരും കരുതിയില്ല ഇവനാണ് ഭാവിയിൽ അർജന്റീന ഡിഫൻസ് അലങ്കരിക്കാൻ പോകുന്നതെന്ന്. സാക്ഷാൽ ലിയണൽ മെസ്സി പോലും അവൻ്റെ പ്രതിരോധ മികവ് കണ്ട് അവനെ പ്രശംസിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ റേഞ്ച് എത്രത്തോളമാണ് എന്നത് ഞാൻ പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. കഴിഞ്ഞ കോപ്പയിലും വേൾഡ് കപ്പിലുമെല്ലാം ഓട്ടോമാറ്റിക് കൂടെ കട്ടക്ക് നിന്നുകൊണ്ട് മുന്നേറ്റ നിരക്കാരുടെ മുനയൊടിച്ചവൻ. എതിരാളികൾ എത്ര ശക്തിയുള്ളവരാവട്ടെ മല്ലന്മാരാവട്ടെ അവരെ കശാബ് ചെയ്യാൻ മടിയില്ലാത്ത ഒരു ഒന്നൊന്നര ഐറ്റമാണവൻ. ഇന്ന് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ മുന്നേറ്റ നിരക്കാരുടെ പേടി സ്വപ്നം, ദ ഡിസ്ട്രോയർ കൂട്ടി റൊമേറോ. ഓട്ടമെൻ്റെയും റൊമേറോയും വൻമതിൽ കെട്ടിഭദ്രമാക്കുന്ന ഡിഫൻസിനെ അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കാൻ ഒരാൾ കൂടെ വേണം. നിങ്ങൾക്കൊരു മികച്ച ഡിഫൻഡറാകാൻ ഹൈറ്റൊന്നും ഒരു പ്രശ്നമല്ല എന്ന് തെളിയിച്ചുകൊണ്ട് തൻ്റെ അർപ്പണബോധം കൊണ്ടും കാൽപന്തിനോടുള്ള തൻ്റെ അതിതീവ്രമായ പാഷൻ കൊണ്ടും എതിരാളികളെ താഴ്ത്തു പൂട്ടി പ്രതിരോധം തീർക്കുന്നവൻ. ഇന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പ്രതിരോധത്തിൽ ഏത് മുന്നേറ്റ നിരക്കാർ വന്നാലും തെല്ലും ഭയമില്ലാതെ അവരെയെല്ലാം മെരുക്കി കുപ്പിയിലാക്കുന്നവൻ. തൻ്റെ ടീമിൻ്റെ വിജയത്തിന് വേണ്ടി ഗ്രൗണ്ടിൽ 100% അർപ്പണബോധത്തോടെ നിറഞ്ഞു കളിക്കുന്നവൻ. സാക്ഷാൽ പെപ് ഗാർഡിയോള പോലും അവൻ്റെ ഡിഫൻഡിങ് മികവ് കണ്ട് ഹീസ് ദ ബെസ്റ്റ് ഡിഫൻഡർ ഇൻ ദ വേൾഡ് എന്ന് അദ്ദേഹത്തോട് പറയിപ്പിച്ചവൻ. ഭാവിയിൽ അർജന്റീനയുടെ പ്രതിരോധ നിര അടക്കി ഭരിക്കാൻ പോകുന്ന ഒരു ഒന്നൊന്നര മുതൽ ദ ബുച്ചർ അഥവാ കശാബുകാരനെന്ന് ആരാധകർ വിളിക്കുന്ന ലിസാൻഡ്രോ മാർട്ടിനസ്. ഇവർക്കൊപ്പം പ്രതിരോധ നിരക്ക് ശക്തി പകരാൻ ലൂക്കാസ് മാർട്ടിനസ് ഗോട്ട, ജർമ്മൻ പെസല്ല. കൂടെ വിങ് ബാക്കുകളിൽ കളിച്ച് കളിമൈതാനിൽ നിറഞ്ഞാടാൻ ടാക്ലിയാഫിക്കോ, മൊളീന, മോണ്ടിൽ ആൻഡ് അക്യൂന. ഇവരെല്ലാം നിറഞ്ഞ ഒരു ബ്രഹ്മാണ്ഡ ഡിഫൻസുമായി വരുന്ന അർജന്റീനയെ എതിരാളികളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. കാത്തിരിക്കാം അർജന്റീനയുടെ വിളയാട്ടത്തിനായി.